SDPIക്ക് സംഭാവന നൽകിയവരെ സംബന്ധിച്ച് വിവരശേഖരണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം. PFI അനധികൃതമായി സമാഹരിച്ച പണം വ്യക്തികളിലൂടെ സംഭാവനയായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ SDPIക്കെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. SDPIക്ക് ലഭിച്ച സംഭാവനകളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് SDPIക്കും നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിനും സംഭാവന നൽകിയവരെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരശേഖരണം ആരംഭിച്ചത്. SDPIക്ക് സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് അനധികൃതമായി സമാഹരിച്ച ഹവാല പണമാണ് ചില വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സംഭാവനയായി മാറ്റിയത്. ഇത്തരത്തിൽ സംഭാവന നൽകിയവരുടെ വിശദ വിവരങ്ങളാണ് EDയും ഒപ്പം ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് സംഭാവന സ്വീകരിച്ചതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചത്. വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകും. SDPIയെ സാമ്പത്തികമായും ആശയപരമായും നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ടാണെന്ന് ED നേരത്തെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി.